വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്നും 25 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കാനൈപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് 2024 ഫെബ്രുവരി 16 വെള്ളിയാഴ്ച ഒരു 8 മണിയോട് ഒരു കോള് വരികയാണ്. ആ കോള് വിളിച്ചത് അവിടെ തന്നെ പ്രശസ്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആ കോള് വിളിച്ചവർ പറഞ്ഞത് ഇവിടെ 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അതിദാരുണമായി കൊലപ്പെടുത്തിയ രീതിയിൽ ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു. വാർത്ത കേട്ട പോലീസ് ഒട്ടും സമയം കളയാതെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന പോലീസിന് കാണാൻ സാധിച്ചത് ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അത്. അവന്റെ തലയിൽ നല്ല ആഴത്തിലുള്ള ഒരു മുറിവുണ്ടെന്നും അത് മാത്രമല്ല അവന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും കത്തി കുത്തി ഇറക്കിയ പാടുകളും അവർക്ക് കാണാൻ സാധിച്ചു. ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞത് ഇവനെ മരിച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്, അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നാണ്. കൂടെ വന്നവർ എവിടെയെന്ന് പോലീസ് ഈ ഹോസ്പിറ്റൽ അധികൃതരോട് ചോദിച്ചപ്പോൾ കൂടെ വന്നവരെ ആ ഉദ്യോഗസ്ഥർ കൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ കൂടെ വന്ന ഒരാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മരണപ്പെട്ട കുട്ടിയുടെ പേര് സ്നേഹാൻഷു ശർമ്മ എന്നാണ്. തന്റെ ബന്ധുവായിട്ടുള്ള പങ്കജ് ശർമ്മയുടെയും ശാന്ത ശർമ്മയുടെയും മകനാണെന്നും അയാൾ പറയുകയാണ്. അയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെയാണ്. പങ്കജ് ശർമ്മ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ശാന്ത ശർമ്മയാവട്ടെ തന്റെ മകൻ സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷം വല്ലാതെ ബോറടിച്ചപ്പോൾ അടുത്ത് തന്നെയുള്ള ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ദിവസങ്ങളിലൊക്കെ തന്നെ സ്നേഹാൻഷു ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അവന് കഴിക്കേണ്ട എല്ലാ വിഭവങ്ങളും അവന്റെ അമ്മ തയ്യാറാക്കി വെച്ചിട്ടാണ് പോവുക. സ്കൂൾ കഴിഞ്ഞ് വന്ന ശേഷം ഈ സ്നേഹാൻഷു ഭക്ഷണമെല്ലാം കഴിച്ച് കൂട്ടുകാരോടൊപ്പം കളിച്ച ശേഷം കുറച്ച് ഗെയിമും അല്ലാതെ കായികപരമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് അവൻ വീണ്ടും തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധു കൂടിയായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആ മനുഷ്യന്റെ മകനായിട്ടുള്ള അശോകും മറ്റെല്ലാവരും ട്യൂഷന് പോകുന്ന സമയം തന്റെ സ്കൂളിലെ ഹോംവർക്കും മറ്റെല്ലാം ചെയ്ത് ഏതാണ്ട് 7 മണിയോടുകൂടി അശോകും കൂട്ടുകാരും തിരിച്ചു വരുന്നതും കാത്ത് സ്നേഹാൻഷു എല്ലാ ദിവസവും ഇരിക്കും. അതിനുശേഷം അവർ കുറച്ചു സമയം കൂടി കളിച്ചതിന് ശേഷം മാത്രമേ അവന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും അവന്റെ മാതാപിതാക്കൾ വീട്ടിലെത്തുക. എന്നത്തെയും പോലെ അശോക് അന്ന് കളിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ സ്നേഹാൻഷുവിനെ കാണാനില്ല. സ്നേഹാൻഷു എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അശോക് വീട്ടിലേക്ക് ചെന്നതും വീട് തുറന്ന് അകത്തേക്ക് കയറിയതും. അപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അതിദാരുണമായ ഈ രംഗം അശോക് കാണുന്നത്. കരഞ്ഞുകൊണ്ട് ആ കുട്ടി തന്റെ വീട്ടിലേക്ക് ഓടുകയും തന്റെ പിതാവിനെ വിവരമറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് വന്നതും ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതും. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എവിടെയെന്നായി പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അയാൾ പറഞ്ഞത് വിവരങ്ങളെല്ലാം അവരെ ധരിപ്പിച്ചിട്ടുണ്ട്, അവർ ഉടൻ തന്നെ എത്തുമെന്നാണ്. ഒട്ടും സമയം കളയാതെ തന്നെ ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി ബോഡി അവർ ഓട്ടോപ്സിക്ക് അയക്കുകയും ഒപ്പം തന്നെ സ്നേഹാൻഷുവിന്റെ വീട്ടിൽ ചെന്ന് ആ വീട് സീസ് ചെയ്യുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ 8 വയസ്സുകാരന് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചോ? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ക്രൈം ഡിറ്റക്റ്റീവ് രബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ പോലീസ് സംഘം ഫോറൻസിക് വിദഗ്ധരോടൊപ്പം തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീടിന്റെ ഓരോ മുക്കും മൂലയും ഫോറൻസിക് സംഘവും ഒപ്പം തന്നെ പോലീസും കൂടി അരിച്ചു പറക്കുകയാണ്. അവിടെ നിന്നും കുത്താൻ ഉപയോഗിച്ചൊരു കത്തിയും അത് മാത്രമല്ല തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ഒരു ഇരുമ്പ് തണ്ടും ഒപ്പം തന്നെ രക്തപ്പാടുകളുള്ള ഒരു വിഗ്രഹവും അവർ കണ്ടെത്തുകയാണ്. പോലീസുകാര് ആ വീടിന്റെ അകത്തേക്ക് പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും അവിടെ ഒരു പട്ടിക്കുട്ടിയെ കണ്ടിരുന്നു. ആ പട്ടിക്കുട്ടി വളരെ വിഷാദപൂർവ്വം കിടക്കുന്ന ഒരു കാഴ്ച അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഒരുപക്ഷെ തന്റെ വേണ്ടപ്പെട്ട ആ കുട്ടി മരിച്ചതിലുള്ള ദുഃഖമായിരിക്കാമെന്ന് പോലീസുകാർ കരുതുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും സമയം കളയാതെ തന്നെ ഈ സ്നേഹാൻഷുവിനെയും കുടുംബത്തെയും കുറിച്ച് എല്ലാം തന്നെ അയൽപക്കത്തുള്ള വീടുകളിലെല്ലാം അന്വേഷിക്കുകയാണ്. ഈ വീട്ടിൽ വഴുക്കൾ ഉണ്ടാവാറുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുള്ള വീടാണോ എന്നൊക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അയൽപക്കത്ത് ആരും തന്നെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞത്. അതേസമയം തന്നെ പോലീസുകാർ തന്ത്രപരമായിട്ട് ഈ അയൽവക്കക്കാർക്കെല്ലാം ഈ സ്നേഹാൻഷുവിന്റെ കുടുംബത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടെ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും തന്നെ തെളിഞ്ഞു കിട്ടിയില്ല. സ്നേഹാൻഷുവിന്റെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോലീസ് സംഘം ഈ പങ്കജ് ശർമ്മയുടെ അതായത് സ്നേഹാൻഷുവിന്റെ വീട്ടിലേക്ക് വന്ന് സ്നേഹാൻഷുവിന്റെ അച്ഛനും അമ്മേനെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പോലീസ് ആദ്യമായിട്ട് അവരോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടോ എന്നായിരുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് രണ്ടുപേരും പറഞ്ഞത് തങ്ങളുടെ മകനെ കൊലപ്പെടുത്താൻ പാകത്തൊരു ശത്രുത തങ്ങളോട് ആർക്കും തന്നെ ഇല്ല എന്നാണ്. ഇതിനിടയിൽ അഖേല ലാൽ എന്ന് പറയുന്ന ആ പഞ്ചായത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി, ആ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ ഈ പങ്കജ് ശർമ്മയുടെ ഒരു ബന്ധു കൂടിയാണ്. അയാൾ സമീപത്തുള്ള വീടുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയുണ്ടായിരുന്നു.
എന്നാൽ ആദ്യ പരിശോധനയിൽ ആ CCTV ദൃശ്യങ്ങളിൽ സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പോലീസ് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയം താങ്കൾ തലേ ദിവസം ശ്രദ്ധിച്ചിരുന്നത് പോലെ തന്നെ ആ നായക്കുട്ടിയെ നോക്കിയാണ്. അവന്റെ പാത്രത്തിൽ അവൻ കഴിക്കാൻ കൊടുത്തിരിക്കുന്ന ഭക്ഷണം അങ്ങനെ തന്നെ കിടക്കുകയാണ്. അവൻ വളരെ വിഷാദപൂർവ്വം തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പോലീസിന് ഈ രീതിയിലേക്ക് പോലീസ് ചിന്തിക്കുകയാണ്, ആ പട്ടി ഇത്രത്തോളം വിഷമിച്ച് കിടക്കുന്നത് ഒരുപക്ഷെ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ സ്നേഹാൻഷു ആയിരിക്കാം, ആ കുട്ടിയുടെ മരണത്തിൽ മനംനൊന്തായിരിക്കാം. അല്ലാത്ത പക്ഷം സ്നേഹാൻഷുവിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഈ നായക്കുട്ടി കണ്ടിട്ടുണ്ടാവാം. അതിന്റെ മനോവിഷമത്തിലായിരിക്കാം അവൻ ഇത്തരത്തിൽ കിടക്കുന്നതെന്ന് പോലീസ് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ആ വീട്ടിൽ നിന്നിറങ്ങി തൊട്ടപ്പുറത്തെ വീട്ടുകളിൽ ചെന്നിട്ടൊക്കെ അന്വേഷിക്കുകയാണ്. ഈ പട്ടിക്കുട്ടി പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വന്നാൽ കുരയ്ക്കുന്ന സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അയൽവക്കാരെല്ലാം തന്നെ പറഞ്ഞത് പരിചയമില്ലാത്ത ഒരാൾ ആ വീടിന്റെ പടി കിടന്നാൽ ആ പട്ടി നിർത്താതെ കുരയ്ക്കുമെന്നായിരുന്നു. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞതിന് ശേഷം, അതായത് സ്നേഹാൻഷു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ആ ഏകദേശ സമയത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കുരകൾ നിങ്ങൾ കേട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ അയൽപക്കക്കാർ എല്ലാവരും തന്നെ പറഞ്ഞത് അന്നേ ദിവസം അത്തരത്തിൽ പട്ടി കുരയ്ക്കുന്നത് ആരും തന്നെ കേട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എത്ര അന്വേഷിച്ചിട്ടും പോലീസിന് ഈ കൊലപാതകത്തെക്കുറിച്ച് യാതൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയം പോലീസിന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്. ആ ചിന്തയാണ് ഈ കേസിലെ ബ്രേക്ക് ത്രൂ ആയി മാറിയത്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഈ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് തങ്ങൾ രണ്ടുപേരും ജോലി സ്ഥലത്തായിരുന്നു എന്നാണ്. ഒരു പക്ഷേ ഏതെങ്കിലും കാരണത്താൽ ഇവർ തന്നെയാകുമോ ആ കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് ഒരു സംശയം വരികയാണ്. അവർ ആ രീതിയുമായി മുന്നോട്ട് പോയതിൻ്റെ ആദ്യ പടിയായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോണിൻ്റെ ലൊക്കേഷൻ എടുക്കുകയാണ്. ആദ്യം അവരെടുത്ത ലൊക്കേഷൻ പിതാവായിട്ടുള്ള പങ്കജ് ശർമ്മയുടേതായിരുന്നു. ഫെബ്രുവരി 16-ാം തീയതി അയാൾ പോയി എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം തന്നെ അയാളുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു. എന്നാൽ മാതാവായിരുന്ന ശാന്ത ശർമ്മയുടെ ലൊക്കേഷൻ എടുത്തപ്പോൾ പോലീസിന് ചെറിയൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ സംശയം തോന്നാൻ കാരണം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ശാന്ത ശർമ്മ തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് വീണ്ടും ഷോപ്പിലേക്ക് പോകുന്നത്. അന്നേ ദിവസം 2 മണിക്ക് ഈ സ്ത്രീ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ആ ടവർ ലൊക്കേഷനിൽ നിന്നും അടുത്ത ടവർ ലൊക്കേഷനിലേക്ക്, അതായത് ഷോപ്പിലേക്കുള്ള ടവർ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നത് ഏതാണ്ട് 3-4 മണിക്കൂറിന് ശേഷമാണ്. 5:30-ക്ക് ശേഷമാണ് പിന്നീട് അവർ ആ ടവർ ലൊക്കേഷൻ വിട്ടു പോയിരിക്കുന്നത്. അതിനാൽ തന്നെ ആ CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി പോലീസ് പരിശോധിക്കുകയാണ്. തുടർന്ന് അവർ ആ കോൾ ഹിസ്റ്ററി കൂടി എടുക്കുകയാണ്. കോൾ ഹിസ്റ്ററി എടുത്തപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അന്നേ ദിവസം ഒരു വ്യക്തിയുടെ ഫോണിലേക്ക് നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. പഴയ കോൾ ഹിസ്റ്ററി കൂടി എടുത്തപ്പോൾ ഇവർ തമ്മിൽ വർഷങ്ങളോളം പരിചയമുള്ളതാണെന്നും ഡെയിലി ഏതാണ്ട് ഇതേ ഫ്രീക്വൻ്റി തന്നെ കോൾ ചെയ്യാറുണ്ടെങ്കിൽ പോലും അന്ന് ഉച്ചയ്ക്ക് ഈ ശാന്ത ശർമ്മ ഭക്ഷണം കഴിക്കാൻ വന്നതിന് ശേഷം സാധാരണയിൽ അധികമായിട്ട് കോളുകൾ പോയതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ ആരെയാണ് ആ സ്ത്രീ വിളിച്ചതെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അവരുടെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് പർവീൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലായിരുന്നു. ഈ പർവീൺ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശാന്ത ശർമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ഏതാണ്ട് 12 വർഷക്കാലം നീണ്ടു നിന്ന സൗഹൃദമായിരുന്നു അവരുടേത്. അന്നേ ദിവസം ഈ പർവീണിന്റെ ലൊക്കേഷനും മറ്റും പരിശോധിച്ച പോലീസിന് മനസ്സിലായത് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പർവീൺ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും തുടർന്ന് ശാന്ത ശർമ്മയുടെ വീടിന്റെ ലൊക്കേഷനിൽ വെച്ച് ഫോൺ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് ഒരു 5:30 മണിക്കാണ് പർവീൺ തന്റെ വീട്ടിലെ ആ ലൊക്കേഷനിൽ തിരിച്ചെത്തിയതെന്നും പോലീസ് മനസ്സിലാക്കുകയാണ്. ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് സമീപത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഇവരിൽ 2 പേരിലും അതികഠിനമായിട്ട് സംശയം തോന്നിയ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പോലീസ് ഭാഷയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ പോലീസ് ഭാഷയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ പോലീസുകാരോട് ഇവർ 2 പേരും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇവരെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഈ പർവീണും ശാന്ത ശർമ്മയും ഒരുപാടധികം വർഷങ്ങളായിട്ട് 12 വർഷക്കാലമായിട്ടുള്ള സൗഹൃദമാണ്. എന്നാൽ ഇവർ സാധാരണ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്സിനപ്പുറത്തേക്ക് ഇവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു. 2012-ലാണ് പങ്കജ് ശർമ്മയുടെയും ശാന്ത ശർമ്മയുടെയും വിവാഹം നടക്കുന്നത്. അതിനുശേഷവും ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നു പോന്നുകൊണ്ടിരുന്നു. 2018-ലാണ് പർവീൺ കല്യാണം കഴിക്കുന്നത്. എന്നാൽ ശാന്ത ശർമ്മയുടെയും പർവീണിന്റെയും ഭർത്താക്കന്മാർക്ക് ഇവരുടെ ബന്ധത്തിൽ ചെറിയ സംശയം തോന്നുകയാണ്. ആ സംശയത്തെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടിയതുകൊണ്ടായിരിക്കാം 2018-ല് പർവീൺ വിവാഹമോചനം നേടിയിരുന്നു. ഈ പങ്കജ് ശർമ്മ ഇതിനോടകം തന്നെ ഇവരുടെ ബന്ധം മനസ്സിലാക്കിയതിന്റെ പേരിൽ പലപ്പോഴും വീട്ടിൽ
പലതരത്തിലുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിരുന്നതായും ഈ ശാന്ത ശർമ്മ പോലീസിനോട് മൊഴി നൽകുകയാണ്. അന്നേ ദിവസം ശാന്ത ശർമ്മ ഷോപ്പിലേക്ക് തിരിച്ചെത്താൻ വൈകുമെന്നെല്ലാം ഷോപ്പിലെല്ലാം പറഞ്ഞ ശേഷമാണ് പോന്നിരുന്നത്. അതിനാൽ തന്നെ തൻ്റെ പ്രിയതമയെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ പർവീൺ അവരുടെ വീട്ടിലെത്തി അവരുടെ പ്രണയാർദ്രമായിട്ടുള്ള ഇന്റിമേറ്റ് സീനിലേക്ക് പോകുന്ന സമയമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സ്നേഹാൻഷു വന്നു കയറുന്നത്. തൻ്റെ അമ്മയും അമ്മയുടെ അടുത്ത സുഹൃത്തും കൂടി ആ കിടക്കയിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ രംഗങ്ങളും സ്നേഹാൻഷു കാണുകയാണ് ചെയ്തത്. സ്നേഹാൻഷുവിനെ ജീവനോടെ വിട്ടാൽ ഇതെല്ലാവരോടും പോയി പറയുമെന്ന് കരുതി പർവീണാണ് ആദ്യം തന്നെ അവിടെ ഇരുന്ന ഒരു വിഗ്രഹം എടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചത്. ആ അടി കൊണ്ട് നിലത്ത് കിടന്ന് പിടയുന്ന സ്നേഹാൻഷുവിനെ അവൻ്റെ അമ്മയായിട്ടുള്ള ആ ശാന്ത നോക്കി നിന്നല്ലാതെ മാതൃത്വത്തിന്റെ ഒരു ഭാവങ്ങളും തന്നെ ആ സ്ത്രീയിൽ നിന്ന് ആ സമയം പുറത്തു വന്നില്ല. വിവസ്ത്രയായി നിന്നിരുന്ന പർവീൺ നേരെ അടുക്കളയിൽ പോയി അവിടെ നിന്നൊരു കത്തി എടുത്തുകൊണ്ടുവന്ന് വീണ്ടും ആ കുട്ടിയെ മൃഗീയമായി കുത്തി കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം അവർ തങ്ങളുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് അധികം വൈകാതെ തന്നെ ആദ്യം പർവീണിനെ ശാന്ത യാത്രയാക്കുകയാണ്. അതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശാന്തയും ഷോപ്പിലേക്ക് പോവുകയാണ്. ഒരമ്മയ്ക്ക് ഇത്രമാത്രം ക്രൂരതയോടെ പെരുമാറാൻ സാധിക്കുമോ എന്ന് നമ്മളെ കൊണ്ടെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് ശാന്ത ശർമ്മയിൽ നിന്നും അപ്പോൾ ഉണ്ടായത്. എല്ലാ പഴുതുകളോടച്ച് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കോടതിയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പത്രപ്രവർത്തകർ ആ സ്ത്രീയോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയതെന്ന്. അതിനുത്തരമായിട്ട് ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എൻ്റെ സ്വന്തം മകനെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാവുമോ? ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമോ? ഈ കഥകളെല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നാണ് അവൾ പത്രക്കാരോട് പറഞ്ഞത്. അത് മാത്രമായിരുന്നില്ല പത്രക്കാരുടെ ചോദ്യം, പർവീണും താങ്കളും ലെസ്ബിയൻ കപ്പിൾസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സൗഹൃദം നീണ്ട 12 വർഷങ്ങളുടേതാണ്, അത് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു സൗഹൃദം മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നും ആ സ്ത്രീ വാദിക്കുകയാണ്. എന്നാൽ പത്രപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും പർവീൺ ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തല താഴ്ത്തിയാണ് അവൾ നടന്നിരുന്നത്. ഈ കേസിന്റെ വാദങ്ങളും മറ്റും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ ഒരു വാദത്തിനിടയിൽ പങ്കജ് ശർമ്മ പറഞ്ഞത് ഈ കൊല ചെയ്ത തൻ്റെ ഭാര്യയെയും ഒപ്പം തന്നെ അവളുടെ കൂട്ടുകാരിയെയും തൂക്കി കൊല്ലണമെന്നാണ്. ഇനി ലോകത്തിൽ ഒരിക്കലും ഒരു മകന് പോലും ഒരമ്മയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് എന്ത് ശിക്ഷയാണ് കിട്ടേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ഒരു പുതിയ ചാനലാണെന്നും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ക്രൈം സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.